ധമാൽ 4 തിയേറ്ററിലുണ്ട്, പോയി കണ്ടു, ദാ തിരിച്ചു വന്നു. സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഭാരതം നന്നാവാൻ സാധ്യതയില്ല. ഇനി നന്നാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബോളിവുഡ് ഒട്ട് സമ്മതിക്കുകയില്ല. കാരണം ഇമ്മാതിരി ചപ്പ് ചവറ് പടങ്ങളൊക്കെ ഇറക്കി ഈ രാജ്യത്തിന് ഇങ്ങനെ നിലർത്തിക്കൊണ്ട് പോയാലല്ലേ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ തമാശയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനസമൂഹം അവശേഷിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇമ്മാതിരി ചപ്പ് ചവറ് പടങ്ങളൊക്കെ ഇറക്കിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയ വിഭാഗം ആളുകളെ നിറത്തിൻ്റെ പേരിൽ, വണ്ണത്തിൻ്റെ പേരിൽ, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുടെ ഒക്കെ പേരിൽ അങ്ങനെ കളിയാക്കി നിങ്ങളിതിലൊക്കെ ഹ്യൂമർ കണ്ടെത്തൂ, ഇതൊക്കെ ഭയങ്കര കോമഡിയാണ് എന്ന് പഠിപ്പിച്ച് നിർത്തിയാലാണല്ലോ ഇവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കളിയാക്കി അതാണ് തമാശ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ്, അതായത് ഒരു മനുഷ്യജീവിയെ കളിയാക്കാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ കണ്ടുപിടിച്ച് കളിയാക്കിയതിന് ശേഷം മ്യാമനോടൊന്നും തോന്നല്ലേ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശം കൂടി തള്ളി തിരികെ വെച്ചിട്ടുള്ളൊരു സിനിമ, അതാണ് ധമാൽ 4. ഞാനിത് പറയുമ്പോൾ കുറേ ആൾക്കാർ പറയും, എടോ ഇതിലൊന്നും ലോജിക്ക് നോക്കാൻ പോരുത്, ഇതൊക്കെ ഭയങ്കര തമാശയുള്ള സിനിമയല്ലേ. ഇതൊക്കെ തമാശയാണ് എന്ന് പഠിച്ചു വെക്കുന്നിടത്താണ്, ഇത് തമാശയായി അംഗീകരിക്കുന്നിടത്താണ് ഈ രാജ്യം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് പറയുന്നൊരു തോന്നലുണ്ടാകുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ രാമായണത്തിൽ നിന്ന് വരെ മാന്തി എടുത്ത് പരമാവധി കയ്യടി വാങ്ങാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഇതൊരു കൂറ പരിപാടിയാണ്. ഇനി അങ്ങോട്ടേക്ക് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഗങ്ങളിൽ എന്തായാലും സ്പോയിലർ ഉണ്ടാവും. അതുകൊണ്ട് ഒരു സ്പോയിലറും ഇല്ലാതെ എനിക്കൊരു റിവ്യൂ വീഡിയോ കാണണമെന്നാണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പൊക്കോളാം. അതല്ല എനിക്കിപ്പോൾ സ്പോയിലർ കണ്ടാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഈ സിനിമ എനിക്ക് ഇങ്ങനെ ഒന്ന് അറിയണം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ തുടർന്ന് കാണാം. അല്ല സിനിമ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിലും തുടർന്ന് കാണാവുന്നതാണ്. ധമാൽ 4 എന്ന് പറയുമ്പോൾ ഇതിന് പ്രീവിയസ് പാർട്സ് ഉണ്ടല്ലോ, എൻ്റെ ഭാഗ്യത്തിന് ഞാനതൊന്നും കണ്ടിട്ടില്ല. അതൊന്നും കാണേണ്ട ആവശ്യം ഈ സിനിമയ്ക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഇവർ ഒരു ട്രഷർ ഹണ്ട് പരിപാടിയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു ഷെയ്ത്താൻ സിംഗ് ഇദ്ദേഹം കുഴിച്ചു വെച്ചിട്ടുള്ള ഒരു ദ്വീപിൽ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള കുറച്ച് സ്വർണ്ണം ഉണ്ടത്രേ, അന്നത്തെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ നിധി അന്വേഷിച്ചിറങ്ങുന്ന 4 സംഘങ്ങളെയാണ് ഈ സിനിമയിൽ അവർ കാണിക്കുന്നത്. ഈ 4 സംഘങ്ങൾക്കും അങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ ഒരു മാപ്പ് ആവശ്യമാണ്. ഈ മാപ്പ് കയ്യിലുള്ളത് ഒരുത്തനാണ്. അവനെ കൈ കിട്ടിയാൽ കൊല്ലാൻ നടക്കുന്ന പോലെയാണ് ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അവനെ പിടിച്ചു നിർത്തി കുറച്ച് ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് മാപ്പ് എവിടെ മക്കളെ എന്ന് ചോദിക്കുന്നതിന് പകരം പേടിപ്പിച്ച് അപ്പം അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് പോകുന്നത്. നമുക്ക് ഈ ടീമുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ടീം എന്ന് പറയുന്നത് പൈറേറ്റ്സ് ഓഫ് കരീബിയൻ്റെ പൈറേറ്റഡ് ഡിസ്കില്ലേ, അത് മുഴുവൻ സ്ക്രാച്ചായിട്ട് അത് പ്ലേ ചെയ്താൽ അതിനകത്ത് നമ്മൾ കാണുന്നതിനേക്കാൾ വൃത്തികേടൊക്കെ ആയിട്ടുള്ള ബുദ്ധിയില്ലാത്ത കുറേ ആളുകളുള്ള ഒരു ഷിപ്പ്, അതിലെ പൈറേറ്റ്സും അവരുടെ ഒരു നേതാവും. ഇതാണ് ഫസ്റ്റ് സംഘം എന്ന് പറയുന്നത്. ഇതിൽ ഇവരുടെ തമാശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള പൈറേറ്റ്സ് ഇല്ലേ, അവർ കണ്ടു കഴിഞ്ഞാൽ കടലിയെ മുക്കി കൊല്ലാൻ തോന്നുന്ന പോലത്തെ തമാശകളാണ് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ ചളി പറയുക, പിന്നെ ബാക്കിൽ പൃഷ്ഠഭാഗത്ത് ഈ കത്തി വെച്ച് കുത്തി കളിക്കുക, ഇതൊക്കെയാണ് തമാശ. എന്നിട്ട് ടോം ആൻഡ് ജെറിയുടെ മ്യൂസിക് ഇട്ടിട്ടുണ്ട്. ഈ സിനിമയുടെ പാറ്റേൺ അതാണ് എന്ന് പറയാൻ വരുന്ന ആളുകളോട് ആ പാറ്റേണൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആ പാറ്റേണിൽ എത്ര നാളായി ഇതേ ചളി ഇറക്കുന്നു, ഈ ചളിയിൽ ഇനിയും ചവിട്ടി വീഴുന്ന ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള സഹതാപം കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയേണ്ടി വരുന്നത്. ഈ പൈറേറ്റ്സിന് ബുദ്ധിയില്ല. പൈറേറ്റ്സിന് മാത്രമല്ല, ഈ സിനിമയിലുള്ള ആർക്കും ബുദ്ധിയില്ല. എങ്ങനെ ഉണ്ടാവാനാണ്? അടിച്ചു മാറ്റി കോപ്പി അടിച്ചുണ്ടാക്കുന്ന ക്യാരക്ടേഴ്സും കാലഹരണപ്പെട്ട തമാശകളൊക്കെ കുത്തി നിറയ്ക്കുന്ന ഈ കഥാപാത്രങ്ങൾക്ക് ബുദ്ധി ഉണ്ടാവണമെന്ന് നമ്മൾ ചിന്തിച്ചു പോയാൽ നമ്മുടെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ടോ എന്ന് നാട്ടുകാർക്ക് തോന്നും. ആൻഡ് ടീം നമ്പർ 2 അത് നമ്മുടെ അജയ് ദേവഗൺജി. അദ്ദേഹത്തിന് ശരിക്കും നമ്മൾ പറയേണ്ടത് അജയ് റീമേക്ക് ഗൺ എന്നാണ്. കാരണം പുള്ളി റീമേക്കുകളിലാണ് ജീവിക്കുന്നത്. റീമേക്കുകളുടെ അടുത്തടുത്ത പാർട്ടുകൾ ഇറക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ സിനിമയിലെ റീമേക്ക് ചെയ്ത് വന്നിട്ടുള്ള സിനിമയിലെ കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചില റെഫറൻസ് കോമഡികളും തള്ളി തിരികെ വെക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അജയ് ദേവ്ഗൺജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളി കടലിൻ്റെ നടുക്കുള്ള പൈറേറ്റ്സ് അവിടെ ചെന്ന് അവന്മാരെ മുഴുവൻ ഇടിച്ച് ഇളക്കി ആ കപ്പൽ തന്നെ തകർത്ത് കളഞ്ഞിട്ട് ഈ മാപ്പ് കയ്യിലുള്ളവനെ പിടിച്ചെടുക്കാൻ നോക്കുകയാണ്. പക്ഷേ മാപ്പ് കയ്യിലുള്ളവൻ ദേവഗൺജിയും കൂടി പറ്റിച്ചിട്ട് അവിടുന്ന് ചാടിപ്പോവും. അങ്ങനെ ഈ ദേവഗൺജി കരയിൽ വരികയാണ്. ഇയാൾ എങ്ങനെ കരയിൽ വരും എന്നുള്ളതൊന്നും നമ്മളോട് ചോദിക്കരുത്, അതിനൊന്നും ഇവിടെ ലോജിക്കില്ല. കാരണം ദേവഗൺജി മുക്കിയിട്ടുള്ള കപ്പൽ കരക്കടിയുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. പക്ഷേ ദേവഗൺജി നേരത്തെ എത്തിയിട്ടുണ്ട്. ഈ ദേവഗൺജിക്ക് ഓൾറെഡി ഒരു പ്രണയമുണ്ട്. ആ പ്രണയത്തിൽ ആ പുള്ളിക്കാരിക്ക് 2 മക്കളുണ്ട്. അവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഈ മക്കൾക്കും കൂടി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ സ്ത്രീ. മക്കളാണെങ്കിൽ ഞങ്ങളുടെ അച്ഛന് പകരം ഈ കുടുംബത്തിൽ മറ്റൊരച്ഛനെയും ഞങ്ങൾ ഇവിടെ കയറ്റില്ല, അച്ഛനെ ഞങ്ങൾ റീപ്ലേസ് ചെയ്യില്ല എന്ന് ശബ്ദം എടുത്ത് നടക്കുന്ന പിള്ളേരാണ്. അങ്ങനെ ഈ പിള്ളേരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവഗൺജിയുടെ കൂടെ ഒരു യാത്രയ്ക്ക് അവരുടെ അമ്മ അവരെ പറഞ്ഞു വിടുന്നു. ദേവഗൺജി അങ്ങോട്ടാണ് പോകുന്നത്. കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള വളരെ ഭീകരമായിട്ടുള്ളൊരു കൃത്യത്തിനാണ് പോകുന്നത്. പക്ഷേ അത് ആ സ്ത്രീയോട് പറയാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഈ 2 പിള്ളേരെ എടുത്തിട്ടാണ് ദേവഗൺജി യാത്ര തുടങ്ങുന്നത്. സങ്കടം എന്താണെന്ന് വെച്ചാൽ അതിൽ ഇളയ കുട്ടി അവനെ
പറ്റാവുന്ന അത്രയും ബോഡി ഷെയിം ചെയ്തുകൊണ്ട് ആ തടിച്ച പയ്യൻ, ആ തടിയുള്ള പയ്യൻ, ദൈവൻ്റെ മാംസമാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും എന്ന് കടുവയോട് പറയുന്നത് നടക്കുക. അതായത് കടുവയുടെ മുന്നിലിട്ട് പോലും ആ ഇളയ കൊച്ചിനെ ബോഡി ഷെയിം ചെയ്യുന്ന, അവരെ കൊല്ലാനിട്ട് കൊടുക്കുന്ന ഡയലോഗുകളൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോഴുള്ള സ്നേഹപ്രകടനമൊക്കെ കാണുമ്പോണ്ടല്ലോ കണ്ണ് നിറഞ്ഞു പോകും, കണ്ണിൽ നിന്ന് ചോര പൊടിയും. ടീം നമ്പർ 3 ബോഡി ഷെയ്മിങ് ടീം നമ്പർ 2-ലുണ്ടെങ്കിലും ടീം നമ്പർ 3 ആണ് അതിൽ ഏറ്റവും പീക്ക് ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ റിതേഷ് ദേശ്മുഖ് അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എക്സ്ട്രാ ലാർജ് ആക്രാന്തമാണ്. പണിക്കൊന്നും പോകാൻ പറ്റില്ല, പക്ഷേ എക്സ്ട്രാ ലാർജ് ബംഗ്ലാവുള്ള, എക്സ്ട്രാ ലാർജ് കാറുള്ള, എക്സ്ട്രാ ലാർജ് ബാങ്ക് ബാലൻസ് ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നാണ് പുള്ളിയുടെ ആഗ്രഹം. അങ്ങനെ എക്സ്ട്രാ ലാർജ് ആക്രാന്തം, ആർത്തി ഈ പുള്ളിക്കുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന പെൺകുട്ടിക്ക് വണ്ണക്കൂടുതലുള്ള ഒരു ശരീരപ്രകൃതിയുള്ള പെണ്ണിനെയാണ് വിവാഹം കഴിക്കുന്നത്. എക്സ്ട്രാ ലാർജ് പെണ്ണിനെയാണോ ദൈവം എനിക്ക് തന്നതെന്ന് പറയുന്ന ആ ഡയലോഗ് മുതൽ സിനിമ തീരുന്നത് വരെ, അതായത് ആ പെൺകുട്ടിയെ ഇയാൾ പ്രേമിച്ച് കല്യാണം കഴിക്കും. ഇയാൾ ബംഗ്ലാവുള്ള മുതലാളിയുടെ മോളാണെന്ന് വിചാരിച്ചാണ് കല്യാണം കഴിക്കുന്നതെങ്കിലും അവർ ആ ഡ്രൈവറിൻ്റെ മകളാണ് എന്ന് പറയുന്ന കാര്യങ്ങളടക്കം ഒരുപാട് കട്ട ക്ലീഷേ ചളിയൊക്കെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് ഇളകി പോകുന്നുണ്ട്. എനിവേ കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ഈ സിനിമയുടെ ക്ലൈമാക്സ് വരെ ആ പെണ്ണിനെ ബോഡി ഷെയിം ചെയ്ത് കൊല്ലാക്കൊല ചെയ്യും. പക്ഷേ ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആപ് മേര പതി ഹേ നാ, ദൈവം ജയ്സാഹേ, ദൈവത്തിനെ പോലെയാണ് അങ്ങ് എനിക്ക് എന്ന് പറയുന്ന അമ്മാതിരി ഭർത്തൃഭക്തിയൊക്കെ കാണിക്കുക. നിങ്ങൾ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചേട്ടൻ പോയി സന്തോഷമായിട്ട് ജീവിച്ചോ, ഞാനിവിടെ ഭരിച്ചോളാം എന്ന് പറയുന്ന ത്യാഗം ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിനിടയ്ക്ക് ഉത്തരവാദിത്വങ്ങളുടെ ഭാരം കൂടുമ്പോൾ അതിനെ എടുത്തോടാൻ ഞങ്ങൾ കൂടുതൽ തയ്യാറാവുമെന്ന് പറയുന്നത്, അതായത് മോട്ടിവേഷൻ്റെ ഇടയിൽ കൂടി ബോഡി ഷെയിം കുത്തി കയറ്റുന്ന, അതിനുശേഷം ഞാൻ മറ്റേ രാമനെ പോലെയാണെന്ന് പറഞ്ഞ് മറ്റേ ജയ് ശ്രീരാം പാട്ടൊക്കെ ഇട്ടിട്ട് പുള്ളി ഈ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് ഓടുന്ന സീനും കാര്യങ്ങളും എല്ലാം കുത്തി നിറച്ച ഒരു മനോഹരമായ ടീമാണ് ടീം നമ്പർ 3. ഈ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് സേട്ടിൻ്റെ മകളാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ വിവാഹം കഴിക്കുക. പിന്നീട് സേട്ടിൻ്റെ മകളല്ല എന്ന് ഇയാൾ അറിയുന്ന സമയത്ത് സേട്ടിൻ്റെ ശരിക്കുള്ള മോള് വരും. ആ മോളാണെങ്കിൽ സ്ലിം ബ്യൂട്ടിയാണ്. അതും ഇതും കൂടി കമ്പയർ ചെയ്തിട്ട് 2 ദിവസം മുമ്പായിരുന്നെങ്കിൽ ഇവളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്ന റിതേഷ് ദേശ്മുഖിൻ്റെ കഥാപാത്രത്തിൻ്റെ ആ അവതരണവും പിന്നീടുള്ള ബോഡി ഷെയ്മിങ്ങും ഒക്കെ കണ്ടപ്പോൾ അയാളോട് ചോദിക്കാൻ തോന്നി, നിങ്ങളുടെ മക്കളെ ആരെങ്കിലും ഇതുപോലെ ബോഡി ഷെയിം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഡയലോഗ് ഒരുത്തം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് കയ്യടിക്കാൻ നിങ്ങൾ ആളെ കൂട്ടുമോ? പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്ന ഡയലോഗ്? കുറച്ചൊക്കെ ഉത്തരവാദിത്വമുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനൊരു സിനിമ ചെയ്യുമോ? പോട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് ധമാലിൻ്റെ 3-ലുണ്ടായിരുന്നു, ധമാൽക്ക് അങ്ങനെ എന്തോ ഒരു ഇതിന് മുമ്പ് ഏതൊരു പാർട്ടിയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പത്രമായിട്ട് പരമാവധി ബോഡി ഷെയ്മിങ്. എന്നിട്ട് ഇവർ ഇൻ്റർവ്യൂലൊക്കെ വരുമ്പോൾ ഭയങ്കര കറക്റ്റ്നസ്സും ഭയങ്കര സാധനമൊക്കെ പറയും. സിനിമയിൽ വൃത്തികേട് കാണിച്ച് നാട്ടുകാരെ മുഴുവൻ ഇത് പഠിപ്പിക്കും. ഇത് കണ്ട് പൊട്ടിച്ചിരിച്ച എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു. ആ സ്ത്രീയൊക്കെ വൻ ചിരി. ഫ്രണ്ടിലിരുന്ന ഹിന്ദിക്കാർ കുറേ പയ്യന്മാരായിരുന്നു. ചിരിച്ച് അവർ മണ്ണ് കപ്പി. തൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് വണ്ണമുള്ള ശരീരപ്രകൃതി ആയതുകൊണ്ട് അവളുടെ കൂടെയുള്ള ജീവിതം മടുത്തിട്ട് ഇവൻ അവൾക്ക് 3 ദിവസം ഉറക്കഗുളിക കൊടുത്ത് ഉറക്കും. അതും പോരാഞ്ഞ് അവൻ എലിവിഷം എടുത്ത് കഴിക്കും. അങ്ങനെയുള്ള ഈ നായകനാണ് ഇതിനകത്ത് ലാസ്റ്റ് എൻ്റെ ഭാര്യയായില്ലേ, ഇനി നിൻ്റെ എല്ലാം ഞാൻ ചുമക്കും എന്നൊക്കെ പറയുന്ന പോലത്തെ കണവണ്ണ ഡയലോഗ് അടിക്കുന്നത്. നിങ്ങളിങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റൻസ് നോക്കിയാൽ എങ്ങനെയാണ് ഉണ്ണിയെ തമാശ ആസ്വദിക്കാൻ പറ്റുക? അവൻ്റെ ക്യാരക്ടർ ഒരു വൃത്തികെട്ടവനല്ലേ, ആ വൃത്തികെട്ടവൻ അങ്ങനെയല്ലേ ഭാര്യയെക്കുറിച്ചൊക്കെ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ അതിനെ എടുത്തു വെച്ചിരിക്കുന്ന രീതി അങ്ങനെയാണ് മക്കളെ. ഇദ്ദേഹം ആ ഭാര്യയായിട്ടുള്ള പെൺകുട്ടിയുടെ ശരീരപ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയങ്ങളിലും അവളെ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവൾ കൈകൊണ്ട് ഇങ്ങനെ തട്ടുന്നേ ഉള്ളൂ. അവിടെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന മണി മറ്റേ മൂടോടെ പറഞ്ഞ് തെറിച്ചു പോകുന്നു. പിന്നെ അവളൊന്ന് ആഞ്ഞ് ചവിട്ടുമ്പോഴേക്കും തറ പൊളിഞ്ഞു വീഴുന്നു. അവളൊരു ബുള്ളറ്റിലിരിക്കുമ്പോൾ, ചെറിയ ബൈക്കൊന്നുമല്ല, ബുള്ളറ്റിൽ കയറി തറയിൽ കാലെടുത്ത് അവൾ ബൈക്കിൽ വെച്ച് കഴിയുമ്പോഴേക്കും ബൈക്ക് പിന്നെ വീൽ ചെയ്ത് പോകുന്നു. ഇവർ രണ്ടുപേരും കൂടി ഒരു തോണിയിലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറിപ്പിക്കുകയാണല്ലോ. അപ്പം നായകൻ വെള്ളം തെറിപ്പിക്കുമ്പോൾ അത് സാധാരണ പോലെ പോകുന്നു. നായിക വെള്ളം ഇങ്ങനെ തോണ്ടി ഇടുമ്പോഴേക്കും ആന തുമ്പിക്കൈയിൽ നിന്ന് വെള്ളം ചീറ്റിക്കുന്ന പോലെ അത്രയും വെള്ളം അവൻ്റെ ദേഹത്തേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ എടുത്തു വെച്ച് ബോഡി ഷെയിം ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് ആ ആർട്ടിസ്റ്റിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ സഹതാപമുണ്ട്. അങ്ങനെ നിന്ന് കൊടുക്കേണ്ടി വന്നതിൽ, അവരെ അങ്ങനെ അവതരിപ്പിക്കുന്നതിൽ, അത് കാണുമ്പോൾ ചിരിച്ചവരാലോചിച്ചിട്ട്. ഇനി ടീം നമ്പർ 4. ഈ ടീമിൽ 3 പേരാണുള്ളത്. ഒരു ചേട്ടനുണ്ട്, അയാളുടെ അനിയനുണ്ട്, അയാളുടെ ഭാര്യയുണ്ട്. അനിയൻ്റെ ഭാര്യയല്ല, ചേട്ടൻ്റെ ഭാര്യ. അപ്പോൾ ഈ ഭാര്യയും ഭർത്താവും അവർ കല്യാണം കഴിഞ്ഞ് സുഖകരമായ ഒരു ദാമ്പത്യ ജീവിതം, അത് ഭയങ്കര കോമഡിയൊക്കെ ആയിട്ടാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദ്യ രാത്രി ഡാൻസൊക്കെ കളിച്ച് മറ്റേ പാല് കുടിച്ച് വാ എന്നൊക്കെ പറഞ്ഞ് റെഡി ആയിരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഭാര്യയും ഭർത്താവും അങ്ങനെ ആഘോഷിക്കാൻ നിൽക്കുമ്പോൾ ഈ അനിയൻ ഇടയിൽ കയറി അവർക്കൊരു സർപ്രൈസ് കൊടുക്കുന്നു. ഭാര്യയുടെ ഡ്രസ്സിൽ തീ പിടിക്കുന്നു. അതുപോലെ അനിയൻ എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതൊക്കെ ഈ ഭാര്യയ്ക്ക് ഉപദ്രവമായിട്ട് വന്നിട്ട് ഭാര്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് മാറി താമസിക്കുകയാണ്. ഈ അനിയൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയോ ഈ സിനിമയിൽ കാണിച്ചേക്കുന്നത്?
വെച്ചേക്കുന്നത് അയാൾ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് സിനിമയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ള എക്സാക്ട് വാക്ക് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരാൾ, അതായത് സാധാരണ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ സാധാരണയിലും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ, അങ്ങനെ അഡ്രസ്സ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളെ എന്ത് ചെയ്താലും അബദ്ധം ചെയ്യുന്ന, മറ്റേ ഹിന്ദിയിലൊക്കെ ഒരു പറയില്ലേ ബുദ്ധു എന്നൊക്കെ പറയുന്ന പോലെ, അങ്ങനത്തെ ഒരു കഥാപാത്രമാക്കി അവതരിപ്പിച്ച് അതിൽ ഹ്യൂമർ കാണിച്ചു തരലാണ് മെയിൻ പരിപാടി. അതായത് ഇയാൾക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന, ശ്രദ്ധയില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ മുഴുവൻ ഒരു വൻ കോമഡി പരിപാടിയായിട്ട് മ്യൂസിക് ഇട്ട് പൊലിപ്പിച്ച് അവനെ വെറും കോമഡി പീസാക്കി അവിടെ വെച്ചിട്ടാണ് ഈ ടീമിനെ കൊണ്ട് ഇവർ ഹാസ്യം ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ അനിയൻ്റെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഭാര്യ പറയുന്നു. ഭാര്യ അവരുടെ ചോയ്സാണ് പറഞ്ഞിട്ടില്ല, പക്ഷേ ചേട്ടൻ പറയുന്നത് അനിയനില്ലാതെ എനിക്ക് പറ്റില്ല. അങ്ങനെ ഇവർ എല്ലാവരും കൂടി ഈ നിധിയൊക്കെ അന്വേഷിച്ച് പോയിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും ഈ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നു അനിയൻ ആക്ച്വലി സ്നേഹമുള്ളതാണ്, എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നൊന്നുമില്ല, അവനെ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്താൽ മതിയെന്ന്. അങ്ങനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നന്മ കുടുംബമായിട്ട് മാറുന്നു. അത്രയും നേരത്തെ പറഞ്ഞ ടീം 1, 2, 3 ഒക്കെ നമുക്ക് ഈ എലമെൻറ്റ്സ് കാണാൻ പറ്റും. തുടക്കത്തിൽ മറ്റേ ചവിട്ടി പുറത്താക്കൽ, അല്ലെങ്കിൽ മറ്റേ ആളെ ബോഡി ഷെയിം ചെയ്യൽ, കളിയാക്കൽ, കുറ്റപ്പെടുത്തൽ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും അയ്യോ എൻ്റെ ഫാമിലിയല്ലേ, എൻ്റെ ഫാമിലിയാണ് എൻ്റെ നിധി എന്ന് പറയുന്നൊരു വലിയ മെസ്സേജിലേക്കാണ് ഈ സിനിമ ലാൻഡ് ചെയ്യുന്നത്. പിന്നെ ഈ സിനിമയിലെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുരുഷൻ്റെ ലിംഗം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമഡി എന്ന് പറയുന്നത്. അവർ നിൽക്കുമ്പോൾ തെന്നി വീഴുന്നു, ചെന്ന് എവിടെയെങ്കിലും തട്ടുന്നു, ക്ലിങ് എന്നൊരു സൗണ്ട് കേൾപ്പിക്കുന്നു. അത് കഴിഞ്ഞ് തെന്നി വീഴുമ്പോൾ പാറയിൽ പോയി ഇടിക്കുന്നു, നിം എന്നൊരു സൗണ്ട് കേൾപ്പിക്കുന്നു. അതുപോലെ ഒരാൾ പറന്നു വന്നിട്ട്, കൂടുതലും നമ്മുടെ അജയ് ദേവ്ഗൺജിയുടെ ലിംഗമാണ് അങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നത്. അദ്ദേഹം പറന്നു വന്ന് ഒരു കമ്പിയിൽ ഇടിക്കുന്നു, ടിങ് എന്ന് സൗണ്ട് കേൾക്കുന്നു. അങ്ങനെ പുരുഷ ലിംഗത്തെ തല്ലി തകർത്തുകൊണ്ട് തമാശ കണ്ടെത്തുന്ന ഒരു പ്രത്യേക രീതി കൂടിയുണ്ട്. അങ്ങനെ ഈ 4 ടീമും കൂടി നിധി അന്വേഷിച്ച് പോകുന്നു. നിധിക്ക് വേണ്ടിയുള്ള ഇവരുടെ യാത്രയാണ്. ഈ യാത്രയിലുടനീളം കാണിക്കുന്ന VFX AI പരിപാടികൾ പടുദുരന്തമായിരുന്നു, വൻ കോമഡി ആയിരുന്നു. VFX എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ചെത്തി വെച്ചിട്ട് കളറടിച്ച് വെച്ചിരിക്കുക എന്നൊക്കെ പറയില്ലേ, ഇതിനിടയിൽ ഇവരിങ്ങനെ ഓടും കേട്ടോ. അതായത് ട്രഷർ ഹണ്ടിന് പോകുമ്പോൾ എന്തായാലും ഒരു മലയുടെ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടി പോയി മലയൊക്കെ തുരന്നിട്ട്, ഞാൻ ആലോചിക്കുന്നേ ഈ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണം കിട്ടി, ഈ കടൽ കൊള്ളക്കാരൻ വന്ന് ഒരു മല തുരന്ന് അതിന് 4 ദ്വാരം ഉണ്ടാക്കി അതിനെല്ലാത്തിൻ്റെ ഇടയിൽ കൂടി പോയി അപകടങ്ങളൊക്കെ സ്ഥാപിച്ചു. ചിലയിടത്ത് പാമ്പ്, ചിലയിടത്ത് വേറെ ജീവികൾ, ഇതെല്ലാം ഇയാൾ സ്ഥാപിച്ച് വീണ്ടും തുരന്ന് ഭൂമിയുടെ താഴെ ലാവ കാണുന്നതിന് തൊട്ട് മുമ്പ് വരെ പോയിട്ടാണ് ഈ സ്വർണ്ണം ഒളിപ്പിച്ച് വെച്ചത്. ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഏഷ്യൻ മനുഷ്യന്മാരൊക്കെ ഭയങ്കര, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ തുറന്നു കൊണ്ടുപോയി സ്വർണം വെക്കാൻ? അതായത് അവനവന് പോലും പിന്നീട് പോയി എടുക്കാൻ പറ്റാത്ത രീതിയിൽ സ്വർണം കൊണ്ട് ഒളിപ്പിച്ച് വെക്കുന്നു. എനിവേ, അത് സ്ഥിരം ട്രഷർ ഹണ്ട് പരിപാടികളിലുള്ളതാണല്ലോ. അങ്ങനെയുള്ള ഈ ലാവയുടെ തൊട്ടടുത്ത് വരെയൊക്കെ പോയി അങ്ങനെ യാത്ര ചെയ്ത്, പിന്നെ ഈ മലയൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നു, ഇവർ തന്നെ പല സ്ഥലങ്ങളിലും വീഴാൻ പോകുന്നു. VFX എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നുമോനെ, ശരിക്കും ബഡ്ജറ്റ് വെച്ച് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാൻ, ഒരു വിഷൻ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് നമുക്ക് ഈ സിനിമയാണ്. പിന്നെ മ്യൂസിക് വളരെ ഗംഭീരമായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ഗംഭീരമായിട്ടുള്ള പാട്ടുകളൊക്കെയാണ് ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ബെല്ല ചാവോ ട്രാക്ക് ഉണ്ടല്ലോ, മറ്റേ മണി ഹേസ്റ്റിൻ്റെ, ആ സാധനം എടുത്തു വെച്ചിട്ടാണ് ഇവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിച്ചിരിക്കുന്നത്. കടുവ ഓടിച്ചിടുമ്പോൾ ബെല്ല ചാവോ 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 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, തെന്നി വീഴുമ്പോൾ ബെല്ല ചാവോ വരുന്നു, മലയിടിഞ്ഞ് വീഴുമ്പോൾ ബെല്ല ചാവോ വരുന്നു. ഇതൊന്നും പോരാഞ്ഞ് പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ വരെ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട്. കഥ പിന്നെ ഭയങ്കര ഫ്രഷ് ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഫ്രഷ് ആയിരിക്കണമെന്ന് നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ യാത്ര മുഴുവൻ കഴിഞ്ഞിട്ട് സിനിമ നമ്മളോട് പറയും, ഫാമിലിയാണ് യഥാർത്ഥ ട്രഷർ, അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ യാത്രയാണിത്. അങ്ങനെ ആ തീമൊക്കെ കാണിച്ച്, അയ്യോ നല്ല മനുഷ്യൻ, ഒരാളെ ബോഡി ഷെയിം ചെയ്ത് കൊല്ലാക്കൊല ചെയ്ത് ആ പെണ്ണിനെ കൊണ്ട് പതി എൻ്റെ ദൈവമാണ് ഏട്ടാ ഇതെല്ലാം കൊണ്ടുപോയി സുഖമായി ജീവിക്ക്, ഞാനിവിടെ കിടന്ന് ചത്തുപോട്ടെ എന്നൊക്കെ പറയുന്ന ത്യാഗിണിയായ ഭാര്യ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളെ കളിയാക്കി കോമഡി പീസാക്കി. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് അപ്പ മക്കൾ പാസം പരിപാടിയൊക്കെ ഇട്ട് നടക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇച്ചിരി നന്മ അജയ് ദേവ്ഗൺജിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. നായകൻ പുള്ളിയാണല്ലോ, അപ്പം നന്മ അദ്ദേഹമാണല്ലോ വിതറേണ്ടത്. അങ്ങനെ വിതറിയതിൻ്റെ ഭാഗമായിട്ട് ടീം നമ്പർ 1 പൈറേറ്റ്സ് ഒക്കെ നന്നായിട്ട് തിരിച്ചു വരികയാണ്. പിന്നെ എൻ്റെ ഒരു വലിയ റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ ഈ യാത്രയിലേക്കുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ദയവേത് ഈ സിനിമ നിങ്ങളുടെ മക്കളെ കാണിക്കരുത്. UA 13+ അങ്ങനെ എന്തോ ആണ് സിനിമ, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കളെ കാണിക്കരുത്. കാരണം മക്കൾ വിചാരിക്കും മുതലാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കടുവ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഡോൾഫിൻ ഇത്രയേ ഉള്ളൂ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇവർ വല്ലയിടത്തും ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാര്യത്തിൽ തീരുമാനമാവും. മാത്രമല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും കാട്ടിൽ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ സൂവിൽ പോവുകയാണെങ്കിൽ ഈ സിനിമ കണ്ട കാര്യം അവിടുത്തെ മൃഗങ്ങളോടൊന്നും പറയരുത്, അവർ രോഷാകുലരാവും. പിന്നെ ഈ സിനിമയ്ക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടില്ലെങ്കിലും സിനിമ മിക്കവാറും ലാഭത്തിലായിരിക്കും. കാരണം MG
കാറിൻ്റെ ഒരു പരസ്യമൊക്കെ ഉണ്ട്. MG കാറിലാണ് ഇവർ രക്ഷപ്പെടാൻ നോക്കുന്നത്. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ താക്കോലില്ല. അപ്പോൾ അജയ് ദേവ്ഗൺ നേരെ ഫോൺ എടുക്കുന്നു, ഫോണിൽ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു. വാവ് മാൻ, വാട്ട് എ ടെക്നോളജി. അതുപോലെ വണ്ടി ഇങ്ങനെ സ്കിഡ് ചെയ്ത് പോയി നിർത്തുന്ന അങ്ങനത്തെ കുറേ സീക്വൻസുകളിൽ MGയുടെ കാസാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. പിന്നെ ഗോപാൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മിച്ചർ, അതായത് മക്കൾ ഈ അമ്മ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന, ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലത്തെ ഒരു ഫസ്റ്റ് മീറ്റിംഗ് ആണ്. അപ്പോൾ മക്കൾ രണ്ടുപേരും മിച്ചർ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടിരിക്കുക. ഗോപാൽ എന്ന് പറയുന്ന സ്ക്വയർ പാക്കറ്റ് കാണിച്ചിട്ട് പഴയ മറ്റേ വണ്ടർ കേക്കിൻ്റെ പരസ്യത്തിൽ പിള്ളേരിരിക്കണം പോലെ ഇങ്ങനെ ഇരുന്നിട്ടാണ് അവർ ചോദ്യം ചോദിക്കുന്നത്. അതുപോലെ മക്കൾ അജയ് ദേവ്ഗൺജിയുടെ കൂടെ യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ പോകുമ്പോൾ അയ്യോ ഞാൻ മക്കൾക്കുള്ള സ്നാക്സ് എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ അകത്ത് പോയി ഗോപാലിൻ്റെ ബ്രാൻഡ് ചെയ്തിട്ടുള്ളൊരു ട്രേയും അതിൻ്റെ അകത്ത് ഗോപാലിൻ്റെ കുറേ മിച്ചർ പാക്കറ്റൊക്കെ വെച്ചിട്ട്, എന്തായാലും ഗോപാൽജിയുടെ പരസ്യം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വരുമാനമൊക്കെ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സിനിമയിലുള്ള എല്ലാവരും നിധിക്ക് പിന്നാലെ പായുമ്പോൾ ശരിക്കും ഇവിടെ കട്ടെടുക്കപ്പെട്ട നിധി എന്താണെന്നറിയോ? അത് ടിക്കറ്റിന് നമ്മൾ കൊടുത്ത പൈസയും നമ്മൾ ചിലവാക്കുന്ന സമയമാണ്. ഏതാണ്ട് 2.5 മണിക്കൂർ നമ്മളുടെ സമയവും 180 രൂപയോ അതിൽ മുകളിലേക്കോ വരാൻ സാധ്യതയുള്ള ടിക്കറ്റിൻ്റെ പൈസയുമാണ് ഇതിലവർ ട്രഷർ ഹണ്ടിലൂടെ നമ്മളിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ളത്. അതും ഈ ദരിദ്ര ധമാൽ സിനിമ കാണാൻ വേണ്ടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കോമഡി, അയ്യോ ദാരിദ്ര്യം, പ്രകടനങ്ങൾ കൊടും ദാരിദ്ര്യം, സംഗീതത്തിൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹ്യബോധം കംപ്ലീറ്റ് ദാരിദ്ര്യം, VFX മുടിഞ്ഞ ദാരിദ്ര്യം. അങ്ങനെ സമ്പൂർണ്ണ ദാരിദ്ര്യം പിടിച്ച ധമാൽ എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ പോക്കറ്റ് അടിച്ച് അവർ സമ്പന്നമാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ക്രിയേറ്റേഴ്സിന്, ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത്രയ്ക്കൊക്കെ തരാൻ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള പടങ്ങൾ ഇറക്കി ഇന്ത്യ രക്ഷപ്പെടുന്നില്ലെന്നും ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ആളുകൾ മറ്റു മനുഷ്യരെ നോക്കിക്കാണുന്ന രീതിയിലൊന്നും ഒരു മാറ്റവും വരുന്നില്ല, എല്ലാവരും ബാക്കിയുള്ളവരെ ദുഷിച്ച് ജീവിക്കുകയാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടി അവരിങ്ങനെ സിനിമ ഇറക്കിക്കൊണ്ടിരിക്കും. നമ്മളാണ് തീരുമാനിക്കേണ്ടത് മാറണോ വേണ്ടയോ എന്നുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഈ ത്യാഗോജ്വലമായ കർമ്മം നിർവഹിച്ചിട്ടുള്ള എന്നോടുള്ള അദമ്യമായ നന്ദി നിങ്ങൾ സബ്സ്ക്രിപ്ഷനിലൂടെ തെളിയിക്കുകയാണെന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ട്, സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പൈസ ഒന്നുമില്ല, ചുമ്മാ സബ്സ്ക്രൈബ് പ്രസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായി എന്ന് തോന്നുകയാണെങ്കിൽ ഈ ത്യാഗോജ്വലമായ നടപടിയെ പ്രോത്സാഹിപ്പിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുന്ന കാര്യവും കമൻറ്റ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ചിരിച്ച് അങ്ങനെ ഇത് ചിരിക്കാനുള്ളത് ഉണ്ടാവുമായിരിക്കും. വേറൊരാളെ സംബന്ധിച്ച് തിയേറ്ററിൽ ഏറ്റവും ഫ്രണ്ട് റോയിലിരിക്കുകയായിരുന്നു, അദ്ദേഹം വളരെ സുഖകരമായിട്ട് ഉറങ്ങി. അദ്ദേഹത്തിന് ഈ സിനിമ സമ്മാനിച്ചത് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല എക്സ്പീരിയൻസുകൾ ഒരുപക്ഷേ ഈ സിനിമ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ അതും കൂടി വായിച്ചിട്ട് സിനിമ കാണണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക കേട്ടോ.